ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങളെ ഉറക്കം കെടുത്തുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ചെറിയ വേദനകൾ പോലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഹൃദയം പൊട്ടുന്ന പോലുള്ള വേദനയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വേദന എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാമായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തി ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വിശ്വസിച്ച ആ വ്യക്തി ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ യാതൊരു വിധത്തിലും മനസ്സിലാക്കിയിരുന്നില്ലേ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്. ഒരു വിലയും തരാത്തത് കൊണ്ടാണോ അകന്നു പോയിരിക്കുന്നത് എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെയല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആ വ്യക്തിയെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു, എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യവും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആവണം നിങ്ങളുടെ ലൈഫിലെ ഇപ്പോൾ പരാജയം വരാനുള്ള കാരണമെന്നുള്ളതാണ്. നിങ്ങളെ എല്ലാ കാര്യവും ആ വ്യക്തിയുടെ തുറന്ന് പറയുന്ന ഒരു സമീപനം നിങ്ങൾക്കുണ്ടായിരുന്നു. ആ വ്യക്തിയും അങ്ങനെയൊക്കെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നിങ്ങളെ അവർ അത്രയും തരം താഴ്ത്തി കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ആ വ്യക്തിയെ. അതുകൊണ്ടാവാം നിങ്ങളെ അവർ ഇങ്ങനെ ചീറ്റ് ചെയ്യാനുള്ള കാരണവും. നിങ്ങൾ ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാതെ ആയിരിക്കണം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചതും ഇടപഴകിയതും എന്നാണ് തോന്നുന്നത്. ആ വ്യക്തി പക്ഷെ അവരെ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങളുടെ തെറ്റായ ധാരണയെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ മാത്രം തെറ്റായിരുന്നു. അവരെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവർ നിങ്ങളെ ശരിയായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇന്നസെൻസ് അവർ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ വിശ്വാസത്തെ അവർ ഒരുപാട് ചോദ്യം ചെയ്തിരുന്നു. നിങ്ങൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല, അവർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങൾ അവരെ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നല്ല രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. തീർത്തും നിങ്ങളിപ്പോൾ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് സഹിക്കാനോ താങ്ങാനോ കഴിയുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മുന്നോട്ടെന്ത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമറിയില്ല, അറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം പൊട്ടുന്ന വേദനയോട് കൂടിയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും നിങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇതിൽ നിന്നും എങ്ങനെ മുന്നോട്ട് വരാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്, നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആവാനാണ് പറയുന്നത്. നിങ്ങളുടെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെവിടെയാണ്, നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ഇവിടെ പറ്റിയത്, അത് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരാളിനെ മനസ്സിലാക്കാതെ ആണ് നിങ്ങൾ ഇത്രയും കാലം അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും നിങ്ങൾ വിശ്വസിച്ചതും അവരെ മനസ്സിലാക്കാതെയാണ്. പക്ഷെ അവർ നിങ്ങളായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ
നിങ്ങൾക്ക് ഒരു വിലയും അവർ തന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തെ അവർ ചോദ്യം ചെയ്തു പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു ആ വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിശോധിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ തന്നെ ആ തെറ്റ് തിരുത്താൻ തയ്യാറാവാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ മാറ്റുകയാണെങ്കിൽ, നിങ്ങളെ തിരുത്തുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കൈവന്ന് ചേരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം അത് നിങ്ങൾക്ക് ഉള്ളതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. മറ്റാരിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്, അത് അവരുടെ തെറ്റല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാളിനു വേണ്ടി നിങ്ങൾ കരഞ്ഞ് വിളിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതും നിങ്ങളെ വിശ്വസിക്കാത്ത, നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അത് തന്നെ ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം ഒരിടത്തും എത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്, ആ വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സ്വപ്നങ്ങളുമെല്ലാം തകരുന്നതാണ്. അതിന് മറ്റൊരാളെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിൽ മറ്റൊരാളിനും യാതൊരു ഫീലിങ്സും ഉണ്ടാകാൻ ഇടയില്ല. നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോയാലും മറ്റൊരാളിനെ, നിങ്ങളെ കൂടെ നിന്നിരുന്ന ഒരാളിനെ നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും അത് അവരെ ഫീൽ ചെയ്യിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തണോ മുന്നേറി വരണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നിങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളത് മനസ്സിലാക്കാനാണ് പറയുന്നത്. മറ്റൊരാളിനും ഇതിൽ ഫീലിങ്സ് വരാനില്ല. ഒരു ഫീലിംഗ് ഉള്ള വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കായി ലൈഫ് കൊണ്ട് അർത്ഥമുണ്ടായേനെ. നിങ്ങളെ ഈ രീതിയിൽ ഫീൽ ചെയ്യാൻ വിട്ടിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുക ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കണം? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ തീർത്തും മനസ്സിലാക്കാനാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. ഇതൊരു നിങ്ങൾക്കുള്ളൊരു മോശം സമയമായിരുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആ മോശം സമയത്തുണ്ടായ ഒരു മോശം അനുഭവമായിട്ട് ഇതിനെ നിങ്ങൾ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കുള്ളതല്ലായിരുന്നത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് നഷ്ടമായതെന്നാണ് പറയുന്നത്. ഈ ഒരു വിഷയം നിങ്ങളെ ബാധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു പനി വന്നു പോകുന്നത് പോലെ മാത്രം ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഇത് നിങ്ങൾ തലയിൽ ചുമക്കേണ്ട കാര്യമില്ല. അതിനുള്ള ക്വാളിറ്റി ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ മുന്നോട്ട് ഉയർത്തെഴുന്നേൽക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒരു മോശം സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മോശം സമയം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ ആ സമയം കടന്നുപോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ മോശം സമയത്തുണ്ടായ അനുഭവമായിട്ട് നിങ്ങളതിനെ മറന്നു കളയുക എന്നുള്ളതാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ മറന്നേ മതിയാകൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഇനിയും നിങ്ങൾക്ക് നേരിടേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ദുഃഖത്തിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വലിയ ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. അല്ലെങ്കിൽ വലിയ ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേനെ എന്ന് നിങ്ങൾ സ്വയം സമാധാനിക്കൂ. വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ
ഇരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കെല്ലാം അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു. ആ വ്യക്തി പോയത് നിങ്ങൾക്കുള്ളതല്ലാത്തത് കൊണ്ട് തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞത്. നിങ്ങളതൊക്കെ സ്വയം സമാധാനിക്കൂ എന്നാണ്. അപ്പോൾ എല്ലാം ശരിയായിക്കോളും. നല്ലതെന്നും എപ്പോഴും കൂടെ ഉണ്ടാകും. നിങ്ങൾക്കുള്ളത് തന്നെയാണ്, അതാരും കൊണ്ടുപോകില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്വയം മനസ്സിലാക്കൂ എന്ന് വീണ്ടും പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫീലിംഗ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ലൈഫ് ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കരയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾ ഈ ഹൃദയം പൊട്ടി വേദനിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടാകുമോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ലൈഫ് സ്വയം നശിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്കതിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താലും നിങ്ങളുടെ മനസ്സിനെ മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിക്കവറാകാൻ തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ കരകയറി വരണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഫോക്കസ് മാറ്റിയാൽ മാത്രം മതി. ആ വ്യക്തി എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയതിനെപ്പറ്റി എന്തിനെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും നിങ്ങളുടെ ഫോക്കസ് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫോക്കസ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ നിന്നും റിക്കവർ ആകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തി മാത്രമല്ല ഈ ലോകത്തുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും നല്ലത് നിങ്ങൾക്ക് വരാനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ദൈവമായിട്ട് നിങ്ങൾക്ക് ഈ മോശം ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നും അകറ്റിയത് എന്ന് മനസ്സിലാക്കുക. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ആളല്ല. അതുകൊണ്ട് തീർത്തും അവരെ ഒഴിവാക്കി തന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കൂ. ആ കഴിവിന് കൂടെ നിങ്ങൾ വളരാൻ നോക്കൂ എന്നുള്ളതാണ്. നിങ്ങൾ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കൂ. ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റാവുന്ന എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തുക. അതിൽ തീർച്ചയായും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരു സാഹചര്യം നിങ്ങൾക്ക് മാറുന്നതാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രമിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങൾ മാത്രം ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്കിതിൽ നിന്നും കരകയറി വരാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസാണ് ഇവിടെ മെയിൻ ആവശ്യം. നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാവുന്നതാണ്. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യാത്ര പോകുന്നെങ്കിൽ അങ്ങനെയാകാം. ഒരു പഠനം പൂർത്തിയാക്കണമെന്ന് ചിന്തിക്കണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ല ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോഴുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാം. അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ ഫോക്കസിനെ മാറ്റാം. കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകാവുന്നതാണ്. ഏതെങ്കിലും നിർത്തിവെച്ചിട്ടുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് അത് തീർത്തും തുടങ്ങുവാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കിതിൽ നിന്നും കരകയറാനോ മുന്നോട്ട് പോകാനോ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വേണ്ടാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും അവർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്ത് കളയേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. അത് എന്തിനു വേണ്ടി ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്തായാലും ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാകാതിരിക്കില്ല. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കുറച്ചു കാലം നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരു ഫീലിങ്സും ഇല്ലാതെ നിങ്ങളെ ഇത്രയും ആ രീതിയിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോകാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ട എന്ന് തന്നെയാണ് അതിനർത്ഥം, വേറൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എന്താണോ ഇവിടെ നിങ്ങൾ റൈറ്റായ ഒരു ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്.
അതുപോലെ യൂണിവേഴ്സ് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തി തരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മെസ്സേജുകൾ സ്വീകരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുന്നതാണെങ്കിൽ മാത്രം. അല്ല എങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് സ്വീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെ സ്വീകരിച്ചാൽ മതി. അല്ല, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതല്ല എങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. അത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക. നിങ്ങൾ ഈ മെസ്സേജുകൾ കേൾക്കുന്നത് തന്നെ നിങ്ങളുമായി കണക്റ്റ് ആവുന്നതാണെങ്കിൽ മാത്രം കേൾക്കുക. അല്ലാത്തതാണെങ്കിൽ നിങ്ങളത് കേട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം ചില ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കുറച്ച് പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നവരുണ്ടാകും ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയും. അത് നിങ്ങൾക്ക് മാത്രമേ ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതൊരു ജനറലായിട്ട് മാത്രമേ എടുക്കാവൂ. എല്ലാവരും ഇത് കേട്ടിട്ട് എല്ലാവരും ഒരുപോലെയാണെന്ന് ധരിക്കരുത്. കുറച്ച് പേർക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ലൈഫുമായിട്ടും ആ വ്യക്തിയുമായിട്ട് ഈ മെസ്സേജുകൾ കണക്റ്റ് ആവുന്നു എങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് സ്വീകരിക്കുക. അല്ല, അങ്ങനെയല്ല, ആ വ്യക്തി കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നതാണ്, വേറെ പ്രശ്നമുള്ളൊരു വ്യക്തിയല്ല, തിരിച്ചു വരും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെ ഇത്രയും വേദനിപ്പിക്കാൻ ഒരു വ്യക്തിക്ക്, അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് വേദന തന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തീർത്തും ഓർക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ, വീണ്ടും പറയുന്നതിന്, ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്കായാലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അവിടെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ നിന്ന് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, ആ രീതിക്കാണ്. അപ്പം നിങ്ങളത് സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതമാണ്, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. അത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഇത് ചെയ്യാതിരിക്കൂ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടേതാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കുള്ളതാണ്. അതിൻ്റെ പ്രയോറിറ്റി നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. മറ്റാരും നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ ലൈഫോ നല്ലതാക്കാൻ ശ്രമിക്കാറില്ല ഇന്ന് വരെയും. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങളുടെ ആരോഗ്യത്തിന് ആ വ്യക്തി ആപ്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാനുള്ളത്. അപ്പോൾ മാക്സിമം റീഡ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.